ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലെ ഒരു ഗ്രാമമായ സുരുതുപള്ളയിൽ സ്ഥിതി ചെയ്യുന്ന ശിവദേവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് പള്ളികൊണ്ടേശ്വര ക്ഷേത്രം. മറ്റു ശിവക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പത്നി പാർവതിയുടെ മടിയിൽ കിടന്ന് ചാരിയിരിക്കുന്ന നിലയിലാണ് പള്ളികൊണ്ടേശ്വര ദേവന്റെ പ്രതിഷ്ഠ. ശ്രീരാമൻ രാവണനെ വധിച്ചതിനു ശേഷം ബ്രഹ്മഹത്യ പാതകത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി ഈ ക്ഷേത്രത്തിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചതായി പറയപ്പെടുന്നു. വാൽമീകിയും ഇവിടെ തപസ്സു ചെയ്ത് വാൽമീകീശ്വര സ്വാമി എന്ന ശിവലിംഗം പ്രതിഷ്ഠിച്ചു. വാൽമീകി മഹർഷിയുടെ വിഗ്രഹവും ക്ഷേത്രത്തിനകത്തുണ്ട്. പ്രദോഷത്തിൽ ശിവനേക്കാൾ കൂടുതൽ പൂജകളും അഭിഷേകങ്ങളും നന്ദിക്ക് നടത്തുന്നു. കാരണം ശിവൻ വിശ്രമിക്കുമ്പോൾ ദർശനത്തിന് വന്ന എല്ലാ ദേവതകളെയും തടഞ്ഞു. വാൽമീകേശ്വര ക്ഷേത്രത്തിന്റെ പുറം ഭിത്തിയിൽ ദക്ഷിണമൂർത്തിയുടെ മറ്റൊരു വിഗ്രഹമുണ്ട്. ദക്ഷിണമൂർത്തി ഇരിക്കുന്ന നിലയിലായിരിക്കും. പാർവതിദേവി അദ്ദേഹത്തെ ഇടതുവശത്തുനിന്ന് ആലിംഗനം ചെയ്തതുപോലെ തോന്നുന്നു. ദാമ്പത്യ ദക്ഷിണമൂർത്തി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ദാമ്പത്യ ദക്ഷിണമൂർത്തിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ഉടൻ വിവാഹിതരാകുമെന്നും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താനഭാഗ്യം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. പള്ളികൊണ്ടേശ്വര സ്വാമി തന്റെ ഭാര്യയോടും മറ്റ് പല ദൈവങ്ങളോടും ഒപ്പം കാണപ്പെടുന്നു. ഭഗവാൻ പാർവതിദേവിയുടെ സർവമംഗള ദേവിയുടെ മടിയിൽ ശിരസ്സുമായി ഉറങ്ങുന്ന ഭാവത്തിലാണ്. പാർവതിദേവിയുടെ ഇരുവശത്തും സൂര്യനും ചന്ദ്രനുമുണ്ട്. മഹാവിഷ്ണു, ബ്രഹ്മാവ്, ലക്ഷ്മി ദേവി, മാർക്കണ്ഡേയ മുനി, അഗസ്ത്യ മഹർഷി, വാൽമീകി, ഇന്ദ്രൻ, നാരദ മുനി, സുബ്രഹ്മണ്യൻ, പത്നി, ഗണപതി എന്നിവരുൾപ്പെടെ നിരവധി പേർ ക്ഷേത്രത്തിലുണ്ട്. കൈലാസം മുഴുവനും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നതുപോലെ തോന്നുന്നു. ശനി പ്രദോഷം വളരെ പ്രധാനമാണ്. ഏകദേശം 15,000 ഭക്തർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു. ഒരിക്കൽ ദേവരാജാവായ ഇന്ദ്രൻ തന്റെ ആന ഐരാവതത്തിൽ കയറുമ്പോൾ ദുർവാസ മഹർഷിയെ കാണുകയും അദ്ദേഹത്തിന് ഒരു പ്രത്യേക മാല സമർപ്പിക്കുകയും ചെയ്തു. ഇന്ദ്രൻ മാല സ്വീകരിച്ചെങ്കിലും വലിയ പ്രാധാന്യം നൽകാതെ തന്റെ ആനയ്ക്ക് കൊടുത്തു. മാലയിലെ പൂക്കളുടെ സുഗന്ധത്തിൽ നിന്ന് തേനീച്ചകൾ വരുന്നത് കണ്ടു. കോപാകുലനായ ഐരാവതം മാല തറയിലെറിഞ്ഞ് ചവിട്ടി. ശ്രീദേവിയിൽ നിന്ന് പ്രസാദമായി മാല വാങ്ങിയ ദുർവാസ മഹർഷിയെ ഇത് പ്രകോപിപ്പിച്ചു. ഉടൻ തന്നെ ദുർവാസൻ ഇന്ദ്രനെയും എല്ലാ ദേവന്മാരെയും എല്ലാ ശക്തിയും ഭാഗ്യവും നഷ്ടപ്പെടുത്താൻ ശപിച്ചു. ഈ ശാപത്താൽ തുടർന്നുള്ള യുദ്ധങ്ങളിൽ ദേവന്മാർ പരാജയപ്പെടുകയും മഹാബലി ചക്രവർത്തിയുടെ നേതൃത്വത്തിലുള്ള അസുരന്മാർ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം നേടുകയും ചെയ്തു. ശാപമോക്ഷത്തിനായി അപേക്ഷിക്കയാൽ പാലാഴി കടഞ്ഞ് അമൃതം കഴിച്ചാൽ ശാപമോക്ഷം കിട്ടുമെന്നും ഉപദേശിച്ചു. അസുരന്മാരുമായി നയതന്ത്രത്തിന്റെ പാത സ്വീകരിക്കാൻ ഉപദേശിച്ച മഹാവിഷ്ണുവിനോട് ദേവന്മാർ സഹായം തേടി. നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനുള്ള ഏക മാർഗം അമൃത് കുടിക്കുക എന്നതാണ്. അനശ്വരതയുടെ അമൃതിനായി സമുദ്രം സംയുക്തമായി ചലിപ്പിക്കാനും അത് കടഞ്ഞു പാലാഴി മഥനം നടത്തണം. ദേവന്മാർക്ക് തനിച്ചു സാധിക്കാഞ്ഞതിനാലാവാം അസുര സഹായം ആവശ്യപ്പെട്ടത്. അതിനു അസുരന്മാർ അമൃത് അവർക്കിടയിൽ പങ്കിടാൻ ദേവന്മാർ അസുരന്മാരുമായി ഒരു കരാറിലെത്തി. എന്നിരുന്നാലും അസുരർക്ക് അമൃത് കൊടുക്കാതിരിക്കാൻ ദേവന്മാർ തീരുമാനിച്ചു. അമൃത് ലഭിക്കില്ലെന്ന് ഉറപ്പാക്കാൻ ഭഗവാൻ വിഷ്ണുദേവനോട് പറഞ്ഞു. ത്രിമൂർത്തിമാരുടെ അനുഗ്രഹാശിസ്സുകളോടെ ദേവന്മാർ അസുരന്മാരെയും പാലാഴിമഥനത്തിനു ക്ഷണിച്ചു. കടക്കോലായി മന്ദാരപർവ്വതത്തെയും കയറായി വാസുകി എന്ന നാഗശ്രേഷ്ഠനെയും നിശ്ചയിച്ചു. വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും പിടിച്ചു വലിക്കാൻ തുടങ്ങി. വലിയുടെ ശക്തിയിൽ മന്ദാരപർവ്വതം താഴ്ന്നുപോയി. താഴ്ന്നുപോയ പർവ്വതത്തെ ഉയർത്താൻ വിഷ്ണു തന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമ്മമായി അവതരിച്ചു. കൂർമാവതാരം മന്ദരപർവ്വതത്തെ യഥാസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. പാലാഴി മഥനം തുടങ്ങിയപ്പോൾ ആദ്യം വന്നത് കാളക്കൂട വിഷമാണ്. ഇത് കൊടിയ വിഷമാണ്. ഇത് ദേവന്മാരെയും അസുരന്മാരെയും ഭയപ്പെടുത്തി. കാരണം വിഷം വളരെ വിഷാംശമുള്ളതിനാൽ അത് എല്ലാ സൃഷ്ടികളെയും നശിപ്പിക്കും. വിഷ്ണുവിന്റെ ഉപദേശപ്രകാരം ദേവന്മാരും അസുരന്മാരും സഹായത്തിനും സംരക്ഷണത്തിനുമായി ശിവനെ സമീപിച്ചു. ജീവജാലങ്ങളോടുള്ള അനുകമ്പയാൽ ശിവൻ വിഷം കുടിച്ചു. അത് വളരെ ശക്തമായിരുന്നു. അത് ശിവന്റെ കഴുത്തിന്റെ നിറം നീലയാക്കി. അതിനാൽ അദ്ദേഹത്തെ നീലകണ്ഠൻ എന്നും വിളിക്കുന്നു. ശിവനെ എല്ലാവർക്കും പ്രിയങ്കരനാക്കുകയും അദ്ദേഹത്തിന് നീലഗ്രീവ, നീലകണ്ഠ, നഞ്ചുണ്ടേശ്വര എന്നിങ്ങനെ എണ്ണമറ്റ പേരുകൾ ലഭിക്കുകയും ചെയ്തു. പാർവതി ഉടൻ തന്നെ ശിവന്റെ പ്രവൃത്തികൾ മനസ്സിലാക്കുകയും കാളക്കൂട വിഷം ശിവന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയാൻ ശിവന്റെ തൊണ്ടയിൽ മുറുകെ പിടിച്ചു. നീലകലർന്ന വിഷം അവിടെ തങ്ങി നിന്നു. ഭഗവാന്റെ കഴുത്ത് നീലയായി. ഈ സംഭവം എല്ലാവരെയും പ്രീതിപ്പെടുത്തുകയും ശിവനെ എല്ലാവർക്കും പ്രിയങ്കരനാക്കുകയും ചെയ്തു. അമൃതകലം ദേവന്മാർക്ക് കൈമാറിയ ശേഷം പരമശിവൻ തന്റെ പത്നി ഉമയുമായി തന്റെ പ്രിയപ്പെട്ട വാസസ്ഥലമായ കൈലാസത്തിലേക്ക് പോയി. എന്നാൽ യാത്രാമധ്യേ പരമശിവന് തലകറക്കം അനുഭവപ്പെട്ടു. പാർവതിയുടെ മടിയിൽ തലവെച്ച് കിടന്നു. ലോകം മുഴുവൻ ഇരുട്ടിലായി. ആന്ധ്രാപ്രദേശിലെ സുരുതപ്പള്ളി ക്ഷേത്രം തമിഴ്നാട് അതിർത്തിയിൽ ഹരിഹര ബുക്കറയ പണികഴിപ്പിച്ച ഈ ക്ഷേത്രം ഈ ചരിത്രം ചിത്രീകരിക്കുന്നു. ലോകത്തിലെ ഈ പ്രതിഷ്ഠ ഉള്ള ഒരേയൊരു ക്ഷേത്രമാണ്. പരമശിവന്റെ കിടക്കുന്ന ഈ ഭാവം വളരെ അപൂർവമാണ്. ഇത് വിഷ്ണുവിന്റെ സാധാരണ ഭാവത്തിന് സമാനമാണ്. ഭഗവാൻ പള്ളിക്കൊണ്ടീശ്വര എന്നും അദ്ദേഹത്തിന്റെ പത്നിയെ ശ്രീ സർവമംഗള എന്നും വിളിക്കപ്പെട്ടു. വിഷത്തിന്റെ ആഘാതം കുറയുകയും ശിവൻ സാധാരണ നിലയിലാകുകയും ചെയ്തയുടനെ എല്ലാ ദേവന്മാരും അസുരന്മാരും അദ്ദേഹത്തിന്റെ ദർശനം നടത്താൻ ആഗ്രഹിച്ചു. ശിവനെ കാണാനുള്ള അനുമതിക്കായി അവർ നന്ദിയെ സമീപിച്ചപ്പോൾ നന്ദി നിരസിക്കുകയും പ്രാർത്ഥിക്കാനും കാത്തിരിക്കാനും ആവശ്യപ്പെടുകയും ശിവനും പാർവതിയും ഒരുമിച്ചായിരുന്നു അപ്പോൾ
ദേവന്മാരുടെയും അസുരന്മാരുടെയും പ്രാർത്ഥനകളോടെ ഭഗവാൻ ഋഷഭവാഹനന്റെ നെറ്റിയിൽ ആനന്ദ താണ്ഡവം നടത്തി അവർക്ക് ദർശനം നൽകി. ശിവൻ അവർക്ക് ദർശനം നൽകിയ ഈ കാലഘട്ടം പ്രദോഷകാലം എന്നാണ് അറിയപ്പെടുന്നത്. പ്രദോഷം ഇവിടെ വളരെ ശ്രദ്ധയോടും ജനപ്രീതിയോടും ഭക്തിയോടുകൂടി ആഘോഷിക്കപ്പെടുന്നു. വിശ്വാസമനുസരിച്ച് പ്രദോഷകാലം ആഘോഷിക്കുന്ന സമ്പ്രദായം ഇവിടെ നിന്നാണ് ആരംഭിച്ചത്. വിഷ്ണുവിന്റെ അനന്തശയനത്തിന് സമാനമായി പാർവതി ദേവിയുടെ മടിയിൽ ശിവൻ ചാരിയിരിക്കുന്നതായി കാണപ്പെടുന്നതിനാൽ ഇത് ഒരു സവിശേഷ ശിവക്ഷേത്രമാണ്. രാമായണ കാലഘട്ടത്തിലെ ലവകുശ എന്നിവയുടെ പാദമുദ്രകളുള്ള കല്ലുകളാൽ ഈ സ്ഥലം പവിത്രമാണ്. ദക്ഷിണാമൂർത്തി ഇവിടെ വളരെ ശക്തവും ജനപ്രിയവുമാണ്. വാൽമീകീശ്വരർ ശംഭുലിംഗത്തിന്റെ വശത്ത് വളരെ സുന്ദരിയായ പാർവതി ദേവിയെ മരഹതാംബിക എന്ന് വിളിക്കുന്നു. കാഞ്ചീപുരം ശങ്കര പരമാചാര്യ ഇവിടെ ഏറെ സമയം ധ്യാനത്തിൽ ചെലവഴിച്ചതായി കരുതപ്പെടുന്നു. രാമായണ കാലഘട്ടത്തിലെ കണ്ടെത്തലുകളിലേക്ക് ഈ സ്ഥലം കണ്ടെത്തിയ വ്യക്തിയാണ് അദ്ദേഹം. വിജയനഗര രാജാവായ ഹരിഹര ബുക്കരായ 1344 മുതൽ 1347 വരെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. 1833 കാളഹസ്തി രാജകുമാരി ഈ ക്ഷേത്രം പുതുക്കിപ്പണിതതായി പറയുന്ന ഒരു ലിഖിതം ക്ഷേത്രത്തിലുണ്ട്. കാഞ്ചി മഠത്തിലെ ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി 1976 40 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്തു. അദ്ദേഹം ഒരു സ്ഥലം കാണിച്ചു. അത് കുഴിക്കാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. അവർ ചെയ്തപ്പോൾ അവർ കല്ല് കണ്ടെത്തി. രാമന്റെ പുത്രന്മാരായ ലവൻജയും കുശൻജയും കാൽപ്പാടുകളാണെന്ന് മഹാപെരിയവ വെളിപ്പെടുത്തി. ശ്രീ ജയേന്ദ്ര സരസ്വതിയും ശ്രീ വിജയേന്ദ്ര സരസ്വതിയും 2002 ജൂൺ 23 ക്ഷേത്രത്തിലെ കുംഭാഭിഷേകം നടത്തി. ആധുനിക കാലത്ത് ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെമ്പിൾ അഡ്മിനിസ്ട്രേഷനാണ് ക്ഷേത്രത്തിന്റെ പരിപാലനവും നടത്തിപ്പും. പള്ളികൊണ്ടേശ്വരർ എന്നാൽ ശയിക്കുന്ന ദേവത എന്നാണ്. പള്ളികൊണ്ടേശ്വരനായി ശിവൻ തന്റെ പത്നി പാർവതിയുടെ മടിയിൽ സർവ്വമംഗളാംബികയായി ചാരിയിരിക്കുന്ന ഭാവത്തിൽ കാണപ്പെടുന്നു. ഇത് വിഷ്ണുവിന്റെ രംഗനാഥ രൂപമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠയെ ഭോഗസയന ശിവൻ എന്നാണ് വിളിക്കുന്നത്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ത്രിതല ഗേറ്റ്വേ ഗോപുരമാണ് ക്ഷേത്രത്തിലുള്ളത്. ശിവന്റെ പ്രതിഷ്ഠ അസാധാരണമാണ്. മിക്ക ശിവക്ഷേത്രങ്ങളിലും കേന്ദ്ര പ്രതിഷ്ഠ ഒരു ലിംഗം അടങ്ങിയിരിക്കുന്നു. ഗണേശൻ, കാർത്തികേയൻ, സൂര്യൻ, ചന്ദ്രൻ, ഇന്ദ്രൻ എന്നീ ദേവന്മാരും നാരദൻ തുടങ്ങിയ മുനിമാരും ശിവനു ചുറ്റും നിൽക്കുന്നതായി കാണാം.